അപ്പം നമുക്ക് ഇവിടുന്ന് പഠിപ്പിക്കുന്നത് ഇവിടുന്ന് തന്നെ പഠിച്ച് അങ്ങനെ പോവുക. പിന്നെ എക്സാം അറിയാമല്ലോ, ഇപ്പോഴത്തെ കുറച്ച് ടഫ് എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിൽ പഠിച്ചാൽ തന്നെ പറ്റും. പിന്നെ നമുക്ക് ചിലവർക്ക് വീക്കായിട്ട് കുറേ സബ്ജക്റ്റ് കാണും, അതിന് കൂടുതൽ സമയം എടുത്ത്. ഇപ്പം ചിലവർക്ക് മാത്സ് ചിലപ്പം വീക്കായിരിക്കും. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കുറച്ച് പാടായിരുന്നു. അപ്പം ഞാൻ അതിന് കൂടുതൽ സമയം ഫോട്ടോ എടുത്ത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോട്ട്സ് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വായിക്കുമ്പം ഈ റാങ്ക് ഫയൽ ഇപ്പം വായിക്കുമ്പം കുറച്ചുകൂടെ ഞാൻ വീട്ടിലെ ജോലി അതൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ ഫുൾ അതിൽ വേണം ഇരിക്കാം. പിന്നെ നമുക്ക് ഈ രാത്രി, എനിക്ക് കൂടുതൽ രാത്രിയാണ് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നത്. മോനെ ഉറക്കിയൊക്കെ കിടത്തിയ ശേഷമായിരിക്കും എനിക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ സമയം ഇരുന്ന് നന്നായിട്ട് ഇരുന്ന് നമ്മുടേതായ പേഴ്സണൽ നോട്ട് എടുത്ത് വെച്ച് നമ്മൾ തന്നെ നോട്ട് എഴുതി പഠിക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ സമയം കണ്ടെത്തി തന്നെ പഠിക്കണം, അല്ലാതെ സമയം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉഴപ്പി നിൽക്കരുത് ആരും. പിന്നെ കണ്ടിന്യൂസ് ക്ലാസ്സിന് വരണം. നമുക്കിപ്പം ഒരു ദിവസം എന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുമ്പം നമുക്ക് ഓരോ ദിവസം അങ്ങ് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക് കംപ്ലീറ്റ് ആവില്ല. നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക്ക് സിലബസ് കവർ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പം ഓരോ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാം നമുക്കിപ്പോൾ ഏതാണ് ടഫ് അത് എടുത്ത് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ച് പോകണം. പിന്നെ ഇവിടുത്തെ നോട്ട്സ് അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അത് എന്താ പറയുക, പിന്നെ നമ്മുടെ ഈ പേഴ്സണൽ നോട്ട് എന്ന് പറയുമ്പം അത് വന്നിട്ട് നമുക്ക് എക്സാമിൻ്റെ തലേദിവസമൊക്കെ എടുത്ത് വെച്ച് ജസ്റ്റ് റിവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്കിതുപോലത്തെ ടോപ്പിക്ക്. പിന്നെ PSCക്ക് ചില സ്പെഷ്യൽ ടോപ്പിക്സ് കാണും. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന രീതിയിലുള്ള ഈ മനുഷ്യാവകാശം, വിവരാവകാശം, അങ്ങനത്തെ അതൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ പോകണം. അതിൽ നിന്ന് നമ്മൾ മാർക്ക് പോവരുത് എന്ന രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്തിട്ട് പോവാൻ. പിന്നെ ഇത് ആർക്കും കിട്ടാൻ പാടില്ലാത്തവരും അതല്ല. ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഈസി എന്ന് തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാൻ പറ്റുന്ന ഒരു ജോബാണ്. ആരും ഇതിലോട്ട് വന്നിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. കാരണം തിരിഞ്ഞു പോകണം, നിർത്തിയിട്ട് പോകണം, അങ്ങനത്തെ ഒരു രീതിയിൽ ജോലിയും കൊണ്ടേ പോകാവുന്ന അങ്ങനെ ഒരു വാശിയിൽ തന്നെ പഠിക്കണം. പിന്നെ വീട്ടിൽ ഓരോരുത്തരുടെ സിറ്റുവേഷനാണ്. നമ്മളെ എൻകറേജ് ചെയ്യാൻ കാണില്ല ചിലപ്പം ചില വീട്ടിലൊന്നും. പക്ഷെ നമ്മൾ തന്നെ നമുക്ക് കാരണം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയണത് അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു ഫലമാണ്. അത് നമുക്ക് എന്താ പറയുക, അത് അച്ചീവ് ചെയ്യുമ്പോഴേ അതിൻ്റെ അത് മനസ്സിലാവും. അത് നമ്മളിപ്പോൾ നമ്മളെ ആരെങ്കിലും ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചൊന്നും പറയാനൊന്നും പോകണ്ട. നമ്മൾ ഇങ്ങനെ ഒരു ജോബ് എടുത്ത് കാണിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ നെഗറ്റീവ് ഇപ്പോൾ ചിലവർ പറയും, അത് ഡിപ്രസ് ആവരുത്. നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. കാരണം നമ്മുടെ ജീവിതമല്ലേ, നമ്മൾ തന്നെ അതിന് എഫോർട്ട് എടുത്ത് പഠിക്കണം, കിട്ടും. പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ വേണമെന്ന് ഒരു ആശയമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ വച്ച് എഴുതിയാണ് കിട്ടിയത്. VFAക്ക് 72 റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറേ ലിസ്റ്റിലുണ്ട്, അതൊക്കെ സപ്ലി ആയിപ്പോയി. ഇതാണിപ്പം അതായത്. പിന്നെ ഇനി LDക്കൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതി, അതും കുറച്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് നല്ല പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.